അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, 28ാമത്തെ തറാവീഹ് നമ്മൾ നിസ്കരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം നമുക്ക് ഉറപ്പുള്ള ഒരു തറാവീഹ് എന്ന് പറയുന്നത് നാളത്തെ തറാവീഹ് കൂടിയുള്ളൂ. അതാകട്ടെ ഒറ്റയിട്ട രാവുമാണ്, വളരെ പ്രധാനപ്പെട്ട രാവുമാണ്. പരമാവധി ആ രാവിനെ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ ഹദീസ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളൊരു ചെറിയ ദുആ നടത്തി പിരിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും അത്ഭുതമുള്ളതും അടിമകളായ നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ സ്വർഗമായ ആ വലിയ റഹ്മത്തിന്റെ ലോകം തന്നെയാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്നത്, എല്ലാ ഇബാദത്ത് ചെയ്യുന്നതും, മുഅ്മിനായി ജീവിക്കുന്നതും, മുസ്ലിമായി മരണപ്പെടുന്ന ആഗ്രഹിക്കുന്നതും ഒക്കെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയാണല്ലോ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. എന്താണ് സ്വർഗത്തിന്റെ പ്രത്യേകത അറിയങ്ങൾ? ഒരു മനുഷ്യന് സ്വർഗലോകത്തേക്ക് കാലെടുത്ത് വെച്ചാൽ ഇനി അയാൾക്ക് ആ കിട്ടിയ സുഖങ്ങളൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. ഒന്ന്, അയാൾക്ക് ആ സ്വർഗത്തിൽ മരണമല്ല. എത്ര ആയിരക്കണക്കിന് വർഷം ജീവിച്ചാലും അവിടെ മരണം എന്ന് പറഞ്ഞത് സ്വർഗത്തിലില്ല. രണ്ട്, പ്രയാസങ്ങൾ അനുഭവപ്പെടാനില്ല. പ്രായമാവുക എന്ന ഒരു സംവിധാനം അവിടെ ഇല്ലേ ഇല്ല. സ്വർഗത്തിലുള്ളവരൊക്കെ 33കാരായിരിക്കുന്ന ഒരേ പ്രായം. പിന്നെ മനുഷ്യൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടെ നൽകപ്പെടുന്നു. അതൊക്കെ തന്നെയല്ലേ സ്വർഗം എന്ന് പറഞ്ഞാല്? അവിടെയുള്ള ഭക്ഷണം, വെള്ളം, പാനീയങ്ങള്, കൊട്ടാരങ്ങള്, സുഖങ്ങള്, എന്തെല്ലാമാണ് ഹദീസിലുള്ളതെന്നറിയാം. സ്വർഗത്തിലെ ഏറ്റവും മിസ്കീന്മാരായ ആളുകളുടെ അവസ്ഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത ആളുകളുടെ അവസ്ഥ പറയണ്ടല്ലോ. അള്ളാഹു അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മുടെ ഈ തറാവി അള്ളാഹു തആല അതിന് കാരണമാക്കി തരട്ടെ. ഇന്നലെ നമ്മള് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കണ 8ാമത്തെ ആളെ പറഞ്ഞത് എങ്ങനെയാ? അയാളെ കാലിന്റെ തള്ള വിരലിന് അള്ളാഹു ഒരു വെളിച്ചം കൊടുക്കും. ആ വെളിച്ചത്തുമ്പോ നടക്കും. വെളിച്ചണഞ്ഞാൽ പിന്നെ അവിടെ വീഴും. ചിലപ്പോ നരകത്തിലെ തീ മേത്ത് പറ്റും, പരുക്ക് പറ്റും. പിന്നെയും വെളിച്ചം വരും, അയാൾ എണീറ്റ് നടക്കും. അങ്ങനെ എടങ്ങേറായി കഷ്ടപ്പെട്ട് അയാൾ ആ സിറാത്ത് എന്ന പാലം കടക്കണം. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് അറിയങ്ങൾ? ആ പാലം കടന്നാൽ അയാൾ ആദ്യം തിരിഞ്ഞ് പാലത്തിലേക്ക് നിന്നിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുന്ന, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനി മിൻക തബാറകല്ലദീ നജ്ജാനി മിൻക സിറാത്തുൽ മുസ്തഖീം എന്ന പാലമേ, നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് ഞാൻ സ്തുതി പറയുകയാണ്. ഈ മനുഷ്യന് അതിന്റെ മുമ്പ് പോയ നന്മ ചെയ്ത ആ വിജയികളിൽ 7 ലിസ്റ്റ് ഇയാൾ പെട്ടിട്ടില്ല കേട്ടോ. ഇയാള് ലാസ്റ്റത്തെ ആളാ. ഇയാൾ അങ്ങനെ സിറാത്തുൽ മുസ്തഖീം ഒക്കെ നോക്കി അള്ളാഹു ഒരു ഹംദൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല മനുഷ്യന്റെ മുമ്പിലേക്ക് നല്ല നിഴലുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല മരം ആ മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മരത്തിന്റെ താഴെ നല്ല പാനീയുണ്ട്, നല്ല പഴങ്ങളുണ്ട്, നല്ല ഒരു ആനന്ദം തോന്നും ആ മരം ഇങ്ങനെ കാണുമ്പോ തന്നെ. പക്ഷെ ഇയാള് വളരെ കഷ്ടപ്പെട്ട് പാലം കടന്നവനാണ്. ആ മരത്തിന്റെ ചോട്ടിലൊന്ന് പോയി അവിടുത്തെ നിഴല് കൊള്ളാൻ, അതിന്റെ താഴെയുള്ള പഴങ്ങൾ പറിച്ച് ഭക്ഷിക്കാൻ, അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഈ മനുഷ്യന്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിലും ഉയരത്തിലാണ് ആ ഭാഗമുള്ളത്. അപ്പൊ അയാൾ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ആ മരത്തിന്റെ നിഴലിലേക്ക് എന്നെ ഒന്ന് കൊണ്ടെത്തിക്കുമോ അതിന്റെ നിഴലൊന്ന് എനിക്ക് അനുഭവിക്കണമല്ലോ, അവിടെയുള്ള പാനീയം ഒന്ന് കുടിക്കാമല്ലോ, അവിടെയുള്ള പഴങ്ങളൊന്ന് കഴിക്കാമല്ലോ. അള്ളാഹുവേ, അവിടെ കുറെ ആൾക്കാരുണ്ട്, ഓലൊക്കെ അത് അനുഭവിച്ചിങ്ങനെ സുഖിച്ച് രസിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇയാള് പറയും, റബ്ബേ ഞാൻ അങ്ങോട്ടൊന്ന് ആക്കി തരുമോന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്നെ അങ്ങോട്ടാക്കി തന്നാൽ ഇനി അതല്ലാത്ത വേറെന്തെങ്കിലും ഇന്നോട് ചോദിക്കോന്ന് ചോദിക്കും. അയാള് പറയും, റബ്ബേ എന്താണ് വേറെ ചോദിക്കാൻ? ഒരടിമക്ക് വേണ്ടത് മുഴുവനും ആ മരത്തിന്റെ നിഴലിലുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചോദിക്കുകയില്ല അല്ലാഹ്.
അള്ളാഹു അയാൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. എന്തൊരു സന്തോഷമാണ് ആ മനുഷ്യരങ്ങള്. അയാള് പഴങ്ങള് ഭക്ഷിക്കണ്, പാനീയങ്ങൾ കുടിക്കണ്, വല്ല സുഖിച്ചാസ്വദിച്ച് നിൽക്കാണ്. കുറച്ച് സമയം അള്ളാഹു തആല കണക്കാക്കിയ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അതിന്റെയും അപ്പുറത്തുള്ള അതിനേക്കാൾ സുന്ദരമായ മറ്റൊരു തോട്ടം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ആകട്ടെ ഈ മനുഷ്യൻ ഇപ്പോൾ അനുഭവിച്ചതിന്റെ എത്രയോ മടങ്ങാണ് സുഖങ്ങളും സന്തോഷങ്ങളും ഉള്ളത്. ആ സുഖങ്ങൾ ഇങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ ഈ മനുഷ്യന്റെ ക്ഷമ നഷ്ടം. കാരണം അത് സഹിക്കാൻ കഴിയില്ല, അത്രയും വലിയ സുഖമാണ് അവിടെ. അപ്പോൾ പിന്നെ അയാൾ ചോദിക്കും, ആ നിഴലുള്ള ഭാഗത്തേക്ക് ആളുകൾ ആനന്ദിക്കുന്ന ആ ഭാഗത്തേക്ക് എന്നെ അടുപ്പിക്കുമോ അല്ലാഹ് ചോദിക്കും, മനുഷ്യ ഞാൻ നേരത്തെ ഒരു കരാറില്ലേനോ, വേറൊന്നും നേരത്തെ കിട്ടിയ ഒന്നും ചോദിക്കൂലാണ്ട് കരാറില്ല, എവിടെ എന്റെ കരാറ് ചോദിച്ചു. അയാൾക്ക് അതൊന്നും പ്രശ്നം. അയാൾ അപ്പോഴും അള്ളാഹിനോട് പറയും, അല്ലാഹുവേ ഇനി ഒന്ന് അങ്ങോട്ടാക്കി കാട്ടും, അല്ലാഹ് ഇനി ഒന്ന് അങ്ങോട്ടാക്കി കാട്ടും അല്ലാഹ്. അപ്പോഴേക്കും മനുഷ്യ അവിടേക്ക് ഞാൻ എന്നെ ആക്കി തന്നാൽ ഇനി വേറെ വല്ലതും എന്നോട് ചോദിക്കുമോ? അയാൾ റബ്ബേ ഇത് സത്യമാണ്, ഇനി ഒന്നും എന്നോട് ഞാൻ ചോദിക്കില്ല, എനിക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അപ്പൊ അല്ലാഹു തആല റഹ്മത്ത് കൊണ്ട് ആ അടിമയെ അങ്ങോട്ട് എത്തിച്ചു. അയാൾ അവിടെ ചെന്ന് അവിടുത്തെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ അനുഭവിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിന്റെ അടുക്കൽ ഇതിനേക്കാൾ വലിയൊരു സുഖമുള്ള തോട്ടവും ആളുകൾ ഇങ്ങനെ സന്തോഷിക്കണം. കുറച്ചേരൊക്കെ കണ്ടെക്കാൻ ഇയാൾ കഴിയുള്ളൂ, അപ്പോഴേക്കിന് ഇയാളെ ക്ഷമ നശിക്കും. അപ്പോൾ പിന്നെ അയാള് പിന്നെയും അല്ലാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് തേടുകയാണ്, അല്ലാ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിലുള്ള ആ നിഴലിലേക്കും തോട്ടങ്ങളിലേക്കും എന്നെ ഒന്ന് എത്തിച്ചു തരുമോ? അല്ലാഹു തആല അയാളെ പരിഗണിക്കുന്നില്ല. അയാള് പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, മനുഷ്യ എവിടെ ഞാനുമായിട്ടുള്ള കരാർ എവിടെ? അയാള് മറുപടി ഒന്നും പറയുന്നില്ല. അയാള് പറയും, റബ്ബേ ആ സ്വർഗ ത്തിന്റെ വാതിലിന്റെ മുമ്പിലുള്ള തോട്ടത്തിലേക്ക് എന്നെ നീ എത്തിച്ചു തന്നാൽ ഇനി മറ്റൊന്നും ഞാൻ ചോദിക്കുകയില്ല അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല മനുഷ്യനെ എവിടെ എത്തിച്ചു കൊടുക്കും? ആ തോട്ടത്തിൽ എത്തിച്ചു. നിങ്ങൾ എന്താ ഒരു ഉസാറില്ലാതെ കുത്തിരിക്കണം? ഇന്നലത്തെ ലൈലത്തുൽ ഖദ്ർ മേത്ത് കേറ്റുകണുണ്ട്. ഒരു നരകം കേൾക്കണ മട്ടത്തിലാണ് ഈ സ്വർഗം കേട്ടുകൊണ്ട് കുത്തുന്നത്. അല്ലെ, സ്വർഗം കേൾക്കുമ്പോഴേ അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ മനുഷ്യന്മാരുടെ മുഖത്ത്? ഒരു പകുതി മയക്കത്തിലാണ് ഉണ്ടല്ലേ ആ നേലിങ്ങനെ അനുഭവിച്ച് കണ്ടു കുത്തിരിക്കണേ. ആ ഫാന്റെ ചോട്ടിൽ ഈ മെഹ്റാബിക്ക് കാറ്റ് പറ്റാത്തോണ്ടേ മെഹ്റാബിക്ക് ആ മയക്കം ഉണ്ടാവില്ല. അത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസാറാട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ സ്വർഗം കേൾക്കാനുള്ളത് പോരാ, ഒന്നും കൂടി ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു അപ്പൊ മൂന്നാമത് അയാൾ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പുള്ള തോട്ടം കാണുമ്പോ അയാള് പറ, റബ്ബേ ഇഞ്ഞ അവിടേക്ക് എത്തിച്ചത് ഇനി വേറെ ഒന്നും എന്നോട് ഞാൻ ചോദിക്കൂല. അള്ളാഹു പിന്നെയും ആ അടിമയോട് റഹ്മത്ത് കാണിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ തൊട്ട് മുമ്പുള്ള നിഴലിലേക്കും തോട്ടത്തിലേക്കും അയാൾ എത്തിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ സുഖങ്ങൾ അയാൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് സ്വർഗക്കാരുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്. അവരുടെ ആനന്ദങ്ങൾ ഇയാൾ അറിയുകയാണ്. കുറച്ച് സമയമൊക്കെ ഈ മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നതാണ്. പിന്നെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ അയാൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ എന്നെ സ്വർഗത്തിലേക്ക് ഒന്നെത്തിച്ചു തരുമോ? ഇനി കരാർ എവിടെയെന്നൊന്നും ചോദിച്ചാനല്ല, ഇത് നാലാമത്തെ സ്റ്റേജ് അല്ലേ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, മനുഷ്യ ഇനി നിന്നോട് സംസാരമില്ല. ഈ ദുനിയാവിൽ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവനും ആ സ്വർഗത്തിൽ നിനക്ക് ഞാൻ തന്നാൽ നീ തൃപ്തിപ്പെടുമോ? അയാൾ അത്ഭുതത്തോടെ പറയും, റബ്ബേ ഞാൻ തൃപ്തിപ്പെടുമല്ലോ. അല്ലാഹു പറയും, എന്നാൽ പ്രവേശിക്കുക, അതും അതിന്റെ ഇരട്ടിയും നിനക്ക് അവിടെ ഉണ്ടെന്ന് അല്ലാഹു ആ അടിമയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ സ്വർഗത്തിലെ ചെറിയ ചെറിയ അനുഭൂതിയാണ്.
കാണങ്ങള് സ്വർഗക്കാരെങ്ങനെ ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തില്. അപ്പൊ അല്ലാഹു തആല അടിമകളുണ്ടൊരു വിളി, എല്ലാ അടിമകളെയും അല്ലാഹ് വിളിക്കുകയാണ്. എല്ലാവരും അല്ലാഹുക്ക് ഉത്തരം നൽകുകയാണ്. ലബ്ബൈക വസഅദൈക യാ അല്ലാഹ്. അല്ലാഹു തആല സ്വർഗ്ഗക്കാരോട് ചോദിക്കുകയാണ്, അതറല്ലാഹുന, ഞാൻ നിങ്ങൾക്ക് ഈ തന്നത് കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ലയോ? നിങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ലയോ? നിങ്ങളുടെ മനം നിറഞ്ഞിട്ടില്ലയോ? എല്ലാവരും പറയുന്നുണ്ട്, റബ്ബേ, മനുഷ്യരായ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത, ഞങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാത്ത, ഞങ്ങളെ ഖൽബ് കൊണ്ടൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ സൗകര്യങ്ങൾ നീ ഇവിടെ ഒരുക്കി തന്നല്ലോ. ഞങ്ങളെ എല്ലാ നിലക്കും സന്തുഷ്ടരാണ് അല്ലാഹ്. അപ്പൊ അല്ലാഹ് പറയും, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് തരാൻ പോവുകയാണ്. അപ്പൊ അവർ അല്ലാഹുവേ, ഇതിനേക്കാൾ ഇങ്ങനെന്താ ശ്രേഷ്ഠമായത് കിട്ടാൻ? ഇപ്പോൾ ഞങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തിനേക്കാൾ വലിയ ഒരു നിഅമത്തിന് ലഭിക്കാനുണ്ടോ അല്ലാഹ്? അല്ലാഹ് പറയുന്നുണ്ട്, ഒറ്റൊന്നും കൂടി കിട്ടാനുണ്ട്, ഞാൻ ഞങ്ങൾക്ക് തരാൻ പോകുകയാണ്. എന്താണെന്ന് അവർ ചോദിക്കും. അല്ലാഹ് പറയുന്നത്, ഉഹില്ലു അലൈക്കും റിളവാനി ഫലാ അസ്ഖതു അലൈക്കും അബദാ. എന്റെ എല്ലാ പൊരുത്തവും ഞാനിതാ നിങ്ങൾക്ക് നിർബന്ധമാക്കി തരുകയാണ്. ഇനി എത്ര ആയിരക്കണക്കിന് വർഷം നിങ്ങൾ ഇവിടെ ജീവിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും എന്റെ വെറുപ്പും ദേശമെന്ന് പറയുന്നത് ഒരു തവണ പോലും നിങ്ങളുടെ മേൽ വരികയില്ല. അത് ഈ അനുഭവിക്കുന്ന സ്വർഗത്തിന്റെയും മേലെ എന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധ റമദാനിലെ 28ാമത്തെ തറാവി നമ്മൾ നിസ്കരിച്ചില്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ. 28ാമത്തെ തറാവി നിസ്കരിക്കുന്ന മനുഷ്യന് നൽകപ്പെടുന്ന പ്രതിഫലം, യുർഫഉ ലഹു ദറജത്തുൻ ഫിൽ ജന്ന. ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ പിന്നെയും പിന്നെയും പദവികളെ ഉയർത്തപ്പെടുന്നതാണ്. അല്ലാഹു നമ്മുടെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. എല്ലാവരും ആമീൻ പറയണേ. കുറെ ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞേക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വർഗ്ഗക്കാർക്ക് നൽകപ്പെടുന്ന വലിയ പദവികൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഹത്തായ പള്ളിയും തറാവിയും ഞങ്ങളെ മജ്ലിസും അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങളെ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൊന്നാര തങ്ങൾ വിളിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കരുളായിലുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കുഞ്ഞിപ്പ എന്ന ചെറുപ്പക്കാരൻ പ്രത്യേകം നമ്മുടെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കരേക്കാടുള്ള കുഞ്ഞിപ്പ എന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഗൾഫിലെ അർബാബുമാരായ അഹ്മദ് ബിൻ യൂസുഫ്, യഹ്യ ബിൻ യൂസുഫ്, മഹ്മൂദ് ബിൻ യൂസുഫ് എന്നിവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്. പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരു ഉസ്താദ് എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ആണ്ട് ദിവസമാണെന്ന് പറഞ്ഞു. മണ്ണാർ മലയിലുള്ള ബഷീർ എന്നൊരു സഹോദരൻ നല്ല ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ചരണിയിലുള്ള മുഹമ്മദ് ആജി എന്നിവരുടെ പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ പറഞ്ഞവരുടെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ മഹത്തായ മജ്ലിസിന്റെ സവാബ് അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗീയ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങളൊക്കെ അവർക്ക് നൽകണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് അവരെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിലുള്ള പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഖൈറായ മുറാദുകളെ ഹസ്സലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നൊരു ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, കുടുംബത്തിൽ വലിയ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം മനസ്സാ വാചാ കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കുടുംബത്തിൽ ആരോപണം നടത്തപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. റബ്ബേ, കുടുംബങ്ങളുടെ തെറ്റിദ്ധാരണകൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ
എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ, ഗസയിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ അവരെ നീ സംരക്ഷിക്കണേ അല്ലാ. റബ്ബേ അവർക്ക് നീ വിജയം നൽകണേ അല്ലാ. അവരനുഭവിക്കുന്ന വിഷമങ്ങൾ തീർക്കണേ അല്ലാ. റബ്ബേ അവർക്കൊക്കെ മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.